എടാ അനന്തു, ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഓം നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു. കൊണ്ടോ? എന്തുവായിരുന്നു നീ? എടാ ഇന്നലെ ആണെങ്കിലും ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ, നേരം വെളുക്കുന്നിടം വരെ പള്ളിയായിരുന്നു. അങ്ങനല്ലടി, പിന്നെ പള്ളിയിലല്ലായിരുന്നോ ഗാനം? പള്ളി ഗാനമേളയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലമായിരുന്നു. നിനക്ക് തെറ്റി. എനിക്കെവിടെ തെറ്റി? എടാ എന്തോ അല്ലേ ഇപ്പം പറഞ്ഞു തെറ്റിയാ? ഞാൻ തെറ്റിച്ച പോലെ തെറ്റി. ശരി, ഞങ്ങളുടെ അമ്പലത്തിലെ ഗാനമേളയാണ്. നല്ല ഗാനമേളയായിരുന്നു അവിടെ. ഇല്ല, ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദ്യരേ. ആരുടെ ആയിരുന്നടി? യാസൂറ്റിയുടെ. ജാസ് പറ്റിയോ? പക്ഷേ നിനക്ക് തെറ്റി. ആ ജാസി ഗിഫ്റ്റ്. അയ്യോ എന്തോ പാട്ടാടാ പുള്ളിക്കാരന്. അയ്യോ അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാ. എന്റെ കണ്ണകത്ത് അറിയാനുണ്ടല്ലോ. മുട്ട പൊരിച്ചെടുക്കുക ടീച്ചർ. എന്റെ ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ ടീച്ചർ എന്നെ താമസിച്ചേ. ഓ, ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നടാ. അയ്യോ അത് വെച്ചോണ്ടിരിക്കരുത്. ഞങ്ങളുടെ പേരപ്പിനെ പോലെ വന്ന 3 സർജറി കഴിഞ്ഞപ്പ. നീ എന്താ പറഞ്ഞോണ്ട് വരുവാടാ? ഞാൻ കാറി വന്നപ്പോ ബൈപ്പാസ് ബ്ലോക്ക് ആയിരുന്നു, അതാ താമസിച്ചത്. ആ റോഡിലോ? പിന്നെ റോഡിലെ കാര്യം പറഞ്ഞല്ല. ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി? ശാസ്ത്രമേളയ്ക്ക് തിരുവല്ലേ പോയി ഇല്ലയോ? ആ ശാസ്ത്രമേളയാണ് തിരുവല്ലയില്. ഞാൻ പോയില്ല. നീ എന്താ വന്നേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ അവിടെ പോയതാ. അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ. അത് വസ്ത്രമേളയാടാ, ഇത് ശാസ്ത്രമേള. ഈയടാ ടീച്ചറെ അഖില് പോയിട്ടുണ്ട്. അവൻ പോവും. അവൻ എന്തായാലും പഠിക്കാൻ എടുക്കാനല്ലെങ്കിലുവേ നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിളിക്കാം കേട്ടാ. ആര്യ എന്റെ ടീച്ചറിന്റെ ഇരിക്കുന്ന പേനാന്നോ? ആര്യ. ആര്യ ക്ലാസ്സിലെ ആര്യ ശാസ്ത്രമേളയ്ക്ക് പോയോ? പോയി. ഇതുണ്ടോ? നീര് കൊണ്ടോന്നോ? എനിക്ക് ഇവിടെ ഇവിടെ ഇടിച്ചതാ. മുട്ടിന്റെ ഇവിടെ നീര് കൊണ്ട്. നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ, നീതു ഉണ്ടോന്ന്. നീര് കൊണ്ടോ? നീരും പോയി ശാസ്ത്രമേള. ആനി മേരി സിസ്റ്റർ വർഗീസ് പ്രസന്റ്. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ടടി. കഴിഞ്ഞ വട്ടം ഡി എ വന്നപ്പോഴേ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി വിചാരിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. സ്നേഹവും ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടുണ്ട് കേട്ടാ. 25 പേര് വിട്ടോണ്ട് ഇറങ്ങിയേക്ക്. അഞ്ജലി ഉണ്ടോ? അഞ്ജലി ഉണ്ടോന്നോ? അഞ്ജലി ഇല്ലെങ്കിൽ ചിലപ്പോ അത് ആയൂര് കിട്ടും. സാധനം എന്തുവാ? നീ എന്തോ പറഞ്ഞോടാ? അഞ്ജലി ക്ലാസ്സിൽ അഞ്ജലി ഉണ്ടോ? അഞ്ജലിയോ? അഞ്ജലി ഇല്ല. എന്തോ പറഞ്ഞു വന്നില്ല. സന്തോഷം ഉണ്ടോ? ഓ എന്താ സന്തോഷം? നമുക്ക് എന്തോ സന്തോഷമാ ടീച്ചറെ. ക്ലാസ്സിൽ സന്തോഷം എന്തിയേ? സന്തോഷം. ശാസ്ത്രമേളയ്ക്ക് പോയി. പോയി. രാത്രികളൊക്കെ പോയി. അനന്തും ഉണ്ടോ? അനന്തമുണ്ടോ? ഞാനാ ഉണ്ട്. അഖില അങ്ങോട്ട് പോയല്ലേ? അഖില അങ്ങോട്ട് പോയേക്കുന്നു. നീ നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളം പഠിക്കാം. ഇന്ന് മലയാളം ആദ്യം. അപ്പൊ ഇന്ന് ടീച്ചർമാർ അങ്ങോട്ട് പോകണം. ഇന്നും ഞാനാണ് 5 വിഷയം എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇത് തന്നെ പരിപാടി. ഫസ്റ്റ് ചോദ്യം, താമരയുടെ പര്യായ പദം പറയണം. അനന്ത് പറ. താമരയുടെ പര്യായ പദം. താമരയുടെ വെള്ളത്താമര, നീലത്താമര. അത് ടീച്ചർ കണ്ടാന്നല്ലോ സിനിമ. പിന്നെ ലോട്ടസ്. കൈ കാണിച്ചേടാ, കൈ കാണിച്ച്. നേരവും വെളുത്തു അടിയും തുടങ്ങി. നീ പറഞ്ഞേ. എന്തോ ടീച്ചറെ? താമരയുടെ പര്യായ പദം. താമരയുടെ പര്യായ പദോ? താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. താമര വെള്ളത്തിലുണ്ടാകുന്നതാണ്. കൈ കാണിക്കടി, കൈ കാണിക്ക. അംബുജം കമലം എഴുതി വെച്ചേ. അംബുജം കമലം. അടുത്ത ആനയോടാണേ. തേന്റെ പര്യായ പദം പറഞ്ഞടി. തേൻ. 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 മധു. മധു. സത്യൻ. ശീല. ചെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് നല്ലടി ആണോടി എന്നോട് ചോദിച്ചേ? ആണോടി? ആണോ? അല്ല. പറ ആനന്ദ് പറ. ഹണി, മണി, കെണി. നിന്റെ കിണി. എന്തോ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ? സത്യം മതി രണ്ടെണ്ണം കൂടെ. എന്തോ കാണിക്കാൻ. ഒരു കാര്യം ചെയ്യാം, പാട്ട് പഠിച്ചോണ്ട് വരാൻ വന്നിട്ട് പഠിച്ചോണ്ട് വന്നോ? മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ചോണ്ട് വന്നാ ടീച്ചറെ ആര് ചൊല്ലാനാ? നീ ചൊല്ലു. ഞാനോ? ടീച്ചറെ ആദ്യത്തെ ലൈൻ എന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. ഞങ്ങളുടെ വീട്ടുകാരും സമ്മതിച്ചില്ല. എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക. ടീച്ചറുടെ ആദ്യത്തെ ലൈനല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലൈനാ. അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞു. സോറി. ഓമന തിങ്കൾ കിടാവോ? അതാണ്. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള ശ്യാമള പൂവോ, പൂവിലുറങ്ങും മധുവോ, പായിലുറങ്ങും രഘുവോ. രഘു അല്ലടാ പോയി കിടക്കുന്നത്. കെമിസ്ട്രിയുടെ പുസ്തകം എടുത്തേ. കെമിസ്ട്രി. രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ അല്ലടാ, കെമിസ്ട്രി. അതുപോലെ നിനക്കറിയത്തില്ല. നിന്നോടുള്ള ചോദ്യമാണേ. തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എത്രമാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര. കൊടുക്കാത്ത എന്നാ കൊടുക്കാത്ത? നീ പറയടാ, തന്മാത്ര എന്നാൽ എന്ത്? തന്മാത്ര എന്നാൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ്. പിന്നെ അത് ലാസ്റ്റിൽ കുറച്ച് കരഞ്ഞേ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ.
ടീച്ചർ കണ്ടാണോ പടം? സിനിമയും കണ്ടിട്ട് വന്നിരുന്ന് എന്താണ് കാണണം? അടുത്ത പറയാം. സെല്ലുകൾ ഏതെല്ലാം? ആനി പറ. പൂജപ്പുര സെല്ല, തിയൂർ സെല്ല, പിന്നെ ടീഹാർ. തീഹാർ കൈ അടിക്കടി. ഇതാണ് സെല്ലുകൾ. അല്ലേ? ഇതാണ് സെല്ലുകൾ. എഴുതി വെക്കടി. മെർക്കുറി സെല്ല്, ട്രൈ സെല്ല് എഴുതി വെച്ചേ. സെല്ല്. എന്താണ് തെറ്റിക്കുന്ന? എന്താണ് നീ തെറ്റി? നീ പറ. രോഗങ്ങൾ ഏതെല്ലാം? രോഗങ്ങളോ? ആ, അഞ്ചാപ്പനി, കോളറ, മഞ്ഞപ്പിത്തം. രോഗങ്ങളല്ലടാ, ലോഹങ്ങള്. രോഗങ്ങളോ? ആ, രോഗങ്ങൾ അറിയത്തില്ല. നീ പറയടി. നരലോകം, സ്വർഗലോകം, പാതാളലോകം. ഈ ലോഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്, അലൂമിനിയം. എഴുതി. സിങ്ക്, അലൂമിനിയം, കോപ്പർ, അയൺ. നമുക്കത് ഈ കണക്ക് പിടിക്കാം. ഇല്ലാത്ത കണക്ക് കൊണ്ട് വരും. 6ന്റെ പട്ടിക ചൊല്ലിയേ. 1 6, 2 6, മീനച്ചിലാറ്, പമ്പയാറ്. എന്ത് പടി പറയുന്നേ? ഇച്ചിരി പമ്പ്. 2 6. പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇതൊക്കെ എങ്ങനെ പഠിപ്പിച്ചു? ടീച്ചറെ ഒന്നിന്റെ പറയാവോ? അല്ല, പിന്നെ വണ്ടിന് പോണം. പോട്ടുവാ, പെട്ടെന്ന് പോട്ടുവാ. പോ. അയ്യോ, നീ 8ന്റെ പറയാടാ. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തൊട്ട് ഒരൊട്ടെ ആ. ഇരിക്കട്ടെ. ഒരു 16. ആർക്ക്? ഒരൊട്ടെ 8 16 മുട്ടല് 8 പയറ്റെട്ട്. ആരോട് പയറ്റട്ടെ എന്ന്? പയറ്റെട്ട് 80. ഇരി പയറ്റെട്ട് 80. പിടിക്കാം. ടീച്ചർ കയറി. നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത്. ഇല്ല. സ്ഥിരമായിട്ട് ചുമ. കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞ ആനി. തറയോട് ഗ്രന്ഥി. കമഴ്ത്തോട് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥി എഴുതി വെച്ചത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ? പറഞ്ഞേ. തൊലിക്കല്ലേ? എന്നോടാണോ? അതിന്റെ തൊലിക്കല്ലേ? ആ, കറക്റ്റ് ഉത്തരം. ഇരുന്നേ. അവിടെ കേട്ട് പണിയിടിയാത് പറയുന്നത് കേട്ടവൻ. നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആരാ ജില്ല? പറ. ഞാനോ? അല്ലെന്തോ അനന്ത് പറ. അനന്ത് വന്ന ഒരു ജില്ല. ഞാനല്ല പറ. നീ പറയാനാ പറഞ്ഞത് അവള്. 15. 15? 14 കഴിഞ്ഞൊരു ജില്ലയുണ്ട് സാറേ. അതേ ജില്ല? ദുംതനക്കട ജില്ലയല്ലേ? അതൊരു ജില്ലയല്ലേ? അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക. ഒരു രക്ഷയില്ല രണ്ടെണ്ണം കൊണ്ട്. നിങ്ങൾ എന്തുപോലും പഠിക്കാൻ എന്തുപോലും പുറമോട്ടാ. ശാസ്ത്രമേളയ്ക്ക് പോയിട്ടും ഇല്ല. വേറെ വല്ലതും കഴിവുണ്ടോ? യൂത്ത് വർഷം അടുത്ത മാസം വരുന്നത്. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മിമിക്രി പറയുവോ? ഏതാ കാണിക്കുന്നേ? മാന്യ സദസ്സിനെ നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയേരി. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. വീടുക്ക ഒന്ന് കാണിച്ചേ. അതേത് ട്രെയിനാടാ അത്? വന്ദേ ഭാരതാ പോയെ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ കഴിവുണ്ടോ അത് പറ. അടുത്തത് കുയില്. ഒരു കാടിനുള്ളിൽ കുയില് കുട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വീടുകളും ഉണ്ടായിരിക്കുന്നേ. വേടനടുത്തേക്ക് മിന്റെ വെടിവെക്കില്ലയോ? എന്താണ് ഇത് കാണിക്കുന്നേ? വേറെ വല്ല ഐറ്റം ഉണ്ടോ എന്റെ കയ്യില്? വേറെ ഉണ്ട്. മറ്റേ പറഞ്ഞിട്ടടി ഇറച്ചിക്കോഴിയുടെ അറിയാം. ഒന്ന് കാണിച്ചത്. ചീച്ചങ്ങ് മാർക്കേ. ഇതെന്തുവാ? കഴുത്ത് കടിച്ച പാട്ടയിൽ ഇട്ടതാ. വല്ലാത്ത മെനക്കെടാന്ന് നിന്നെ കൊണ്ടൊക്കെ.